മഴയൊന്ന് മാറി നിൽക്കുന്നു എന്നാണ് രാവിലെ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള സൂചനകൾ. എങ്ങനെയാണ് കോഴിക്കോട്ടെ വിശേഷം? കഴിഞ്ഞ ദിവസം ഈ മിഠായി തെരുവിലടക്കം കണ്ടതാണ് വലിയ രീതിയിൽ തിരക്ക്, ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ കയ്യിലൊതുങ്ങുന്ന വിലയ്ക്ക് എല്ലാം ഒപ്പിച്ചെടുക്കാൻ ഈ ഒരു ഉത്രാട തലേന്ന് ഇങ്ങനെയാണ് ആളുകളുടെ ഒരു പരക്കം പാച്ചിൽ. മായ, സ്വപ്ന, രാവിലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും നേരിയ നിലയിൽ മഴ ഉണ്ട്. എങ്കിൽ പോലും ആളുകൾ ഇവിടെ പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയം മാർക്കറ്റിലാണ്. ഇവിടെ ഒരു ഭാഗത്ത് പച്ചക്കറികളും ഒരു ഭാഗത്ത് പൂക്കളും ഉണ്ട്. പൂക്കൾ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിലും റെയിൻകോട്ട് അടക്കമിട്ട് ആളുകൾ ഇതിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴേക്കും പച്ചക്കറി വാങ്ങിക്കാനാണെങ്കിലും പൂ വാങ്ങിക്കാനാണെങ്കിലും കുറച്ച് ആൾക്കാരുടെ തിരക്ക് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ തിരക്ക് അനുഭവപ്പെടുന്നത് മിതമായ നിരക്കിൽ കുറേ സാധനങ്ങൾ, കുറേ വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള മിഠായി തെരുവിലാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള തിരക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഇന്നലെയും ഇന്നും നമുക്ക് വലിയൊരു തിരക്ക് ഈ മിഠായി തെരുവിലെല്ലാം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള എല്ലാ പൂസ്റ്റാളുകളും ഈ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇട്ടതാണ്. ചില സ്റ്റാളുകൾ മുല്ലപ്പൂവിൻ്റെ എല്ലാം ചില സ്റ്റാളുകൾ കുറച്ച് ദിവസമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഓണത്തോടനുബന്ധിച്ചാണ് ഇവിടെ കൂടുതൽ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഓണത്തിൻ്റെ ഒരു വൈബ് ഇവിടെ നമുക്ക് ആളുകളിൽ നിന്നെല്ലാം കാണാൻ സാധിക്കും. എല്ലാവരും പച്ചക്കറികളും അതുപോലെ തന്നെ എല്ലാം വാങ്ങി വാഹനങ്ങളിൽ മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട്? മഴ കൊണ്ടുപോവോ? മഴ സാറല്ലേ, അങ്ങനെ തന്നെ. ഏതായാലും മഴ ഇത്തവണ ചതിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ആളുകൾക്ക് എല്ലാം ഉള്ളത്. എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള തിരക്ക് പച്ചക്കറി കടയിലും അതുപോലെ തന്നെ പൂക്കടയിലും എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്.